ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദര നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കർക്കിടക വാവുബലി ആഗസ്റ്റ് 4-ാം തീയതി തന്നെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈ വാവുബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കർക്കിടക വാവ് ബലി, അതായത് അമാവാസി ശ്രാദ്ധം. നമുക്ക് ഒരു ഗൃഹസ്ഥാശ്രമി പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ് ആചാര്യമതം. ഏതാണ് പഞ്ചമഹായജ്ഞങ്ങൾ? ഒന്ന് ദേവയജ്ഞം, അതുപോലെ ഋഷിയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം. ഇതാണ് പഞ്ചയജ്ഞങ്ങൾ. ഇതിൽ ദേവയജ്ഞത്തിലോ ഋഷിയജ്ഞത്തിലോ അതിഥിയജ്ഞത്തിലോ ഭൂതയജ്ഞത്തിലോ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യാം. പക്ഷെ പിതൃകർമ്മത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല എന്നാണ് ആചാര്യമതം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്ന നിലയിലാണ് ഇതിന് ശ്രാദ്ധം എന്ന പേര് തന്നെ കൊടുക്കാൻ കാരണം. പിതൃതർപ്പണം എന്നാ പറയുക. തർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം തൃപ്തിയാക്കൽ എന്നാണ്. പിതൃവിന്റെ തൃപ്തിയാണ് നമ്മുടെ ഐഹികത്തിൽ ശ്രേയസ്സിനും പ്രേയസ്സിനും കാരണമായി വർത്തിക്കുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ രഹസ്യത്തിലേക്കാണ് നാം പോകുന്നത്. നമുക്ക് ഒരു വർഷം, ദേവന്മാർക്ക് ഒരു ദിവസമാണ്. ഈ ഒരു വർഷത്തിൽ 2 അയനങ്ങളുണ്ട്, ഉത്തരായനവും ദക്ഷിണായനവും. അതിൽ ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഒരു മാസം അഥവാ 30 ദിവസം, പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. ഇവിടെ ഒരു മാസത്തിൽ 2 പക്ഷങ്ങളുണ്ട്, വെളുത്ത പക്ഷം, കറുത്ത പക്ഷം. ഇതിൽ വെളുത്ത പക്ഷം പിതൃക്കൾക്ക് പകലും കറുത്ത പക്ഷം രാത്രിയുമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു 2 അയനങ്ങളെക്കുറിച്ച്, ഉത്തരായനം, ദക്ഷിണായനം. ഇതിൽ ഉത്തരായനം ദേവയാനവും ദക്ഷിണായനം പിതൃയാനവുമാണ്. അഥവാ ഉത്തരായനം ദേവയാനമായതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും ഉത്തരായനത്തിലാണ് അവലംബിക്കുക. ദക്ഷിണായനം പിതൃയാനമാണ് എന്ന് പറയാൻ കാരണം, ദക്ഷിണായനത്തിലാണ് ഒരാൾ ഇവിടെ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ എത്താനേ സാധിക്കൂ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മഹാഭാരത യുദ്ധത്തിന്റെ 10-ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹനെ അർജുനൻ ശരശയ്യയിൽ വീഴ്ത്തി എന്ന് ശിഖണ്ഡിയുടെ സഹായത്തോടുകൂടി. അപ്പോൾ അദ്ദേഹം ദക്ഷിണായനത്തിൽ വീണു. ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. എന്തിനാണ്? ദേഹത്യാഗം അഥവാ ജീവത്യാഗം ചെയ്യുന്നതിന് വേണ്ടി. ഊർധ്വലോകപ്രാപ്തി കിട്ടും. ഇപ്പോൾ ദക്ഷിണായനത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ എത്താനേ സാധിക്കൂ. അത് തന്നെയുമല്ല, ഇവിടെ പിതൃലോകം എന്ന് പറയുന്നത് ചന്ദ്രലോകമാണ്.
അതിൻ്റെ രഹസ്യത്തിലേക്ക് ഞാൻ പിന്നീട് കടക്കുന്നുണ്ടാവും. അങ്ങനെ പിതൃലോകത്തെത്തുന്ന പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം 12 ദിവസത്തിൽ, അതായത് പിതൃക്കളുടെ 12 ദിവസത്തിലൊരിക്കൽ, നമ്മുടെ 12 മാസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കള് അന്നം എത്തിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ശരിക്കും അമാവാസി ശ്രാദ്ധം, അതായത് കർക്കടക വാവ് ബലി. ഈ വാവ് ബലി ശരിയായ തലത്തിൽ അവലംബിക്കുക, അങ്ങനെ അവരുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി അവരുടെ ബന്ധുക്കളായ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശ്രേയസിനും പ്രേയസിനും കാരണമായിട്ടുള്ള ഈ മഹത്തായ കർമ്മം യഥാവിധി അവലംബിക്കേണ്ടതാണ് ഓരോ ഹിന്ദു ധർമ്മവിശ്വാസിയും. അപ്പോൾ ഈ പിതൃപ്രീതി നമ്മുടെ ശ്രേയസിനും പ്രേയസിനും കാരണമാകും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം പിതൃക്കളുടെ അംശമാണല്ലോ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അവരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന, അവരുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ തൃപ്തിക്കും കാരണമാണ്. അങ്ങനെ ഇവിടെ എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ പിതൃകർമ്മം അവലംബിക്കണം. ഈ വരുന്ന ആഗസ്റ്റ് 4-ാം തീയതി രാവിലെ മുതൽ നടക്കുന്ന ഈ കർമ്മങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധമായും ഈ അമാവാസി ശ്രാദ്ധ കർമ്മങ്ങൾ നടക്കുന്നുണ്ടാവും. ഇവിടെ ആഗസ്റ്റ് 3-ാം തീയതി ചില ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ആഗസ്റ്റ് 4-ാം തീയതി തന്നെയാണ്. ആഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 3:37 മുതലാണ് ഈ വാവ് ആരംഭിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതുകൊണ്ട് പൂർണ്ണ ആ വാവിനോടനുബന്ധമായിട്ടാണ് വാവ് ബലി അനുഷ്ഠിക്കേണ്ടതെങ്കിൽ ഈ 4-ാം തീയതി തന്നെ രാവിലെ തന്നെ ഈ വാവിന് എല്ലാവരും പങ്കെടുത്ത് ഈ പിതൃപ്രീതികരമായ ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഷെയർ ചെയ്ത് ഈ സന്ദേശം എല്ലാവരും എത്തിക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.